ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് മന്ത്ലി ഡിസംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ചില മെസ്സേജസ് റെസൊനേറ്റ് ആവും, ചിലത് റെസൊനേറ്റ് ആവില്ല. അപ്പോൾ റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ എനർജി ടാപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്കത് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ് ആ റീഡിംഗ് ഉണ്ടാവുക. ആൻഡ് നിങ്ങളുടെ എനർജി മാത്രമാണ് ആ റീഡിങ്ങിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. നിങ്ങൾക്ക് എന്നെ അവിടെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് അവിടെ എന്താണ് മെസ്സേജസ്, നിങ്ങളുടെ മന്ത്ലി മെസ്സേജസിന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ എന്താണ് ഡിസംബർ മാസത്തിൻ്റെ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, ഡിസംബർ മാസത്തിൻ്റെ ഓവറോൾ എനർജിയാണ് ക്വീൻ ഓഫ് വാൻസ്. നിങ്ങളുടെ പാസ്റ്റ് എനർജി, പാസ്റ്റിൽ നിങ്ങൾക്ക് ഹെർമിറ്റ്. നിങ്ങളുടെ കറണ്ട് എനർജി ഡിസംബറുടെ ആണ് 5 swords. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഡിസംബർ മാസത്തിൻ്റെ ചാലഞ്ചാണ് മജിഷ്യൻ. നിങ്ങളുടെ അഡ്വൈസ് ആണ് 7 of Pentacles. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ, അറിയാത്ത കാര്യം എന്താണ് വെച്ചാൽ 8 of Cups ആണ്. നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിൽ റിവീൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ക്യാൻസർ ഞാനിവിടെ കാണുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി ഒരു ക്വീൻ ഓഫ് വാൻസ് ആണ്. ഇതൊരു ഫയർ സൈൻ്റെ എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങളൊരു ഫയർ സൈൻ്റെ കൂടെ ആയിരിക്കും ഡെയിലി ഉണ്ടാവുക. അതല്ല വെച്ചാൽ ഇതൊരു പാഷൻ്റെ എനർജിയാണ്, ഒരു കോൺഫിഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്യാം. ഈ ക്വീൻ ഓഫ് വാൻസ് എന്താണ് ഇവിടെ? 2 of swords ഉണ്ട് ഇവിടെ ആൻഡ് 4 of Pentacles. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേ പാഷനറ്റ്ലി നിങ്ങളുടെ ഗോൾസിനെ പെർസ്യൂ ചെയ്യുന്നുണ്ട് ഡിസംബർ മാസത്തിൽ. പക്ഷെ അത് അല്ലാണ്ട് വേറെ കാര്യം ഞാൻ ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ റൊമാൻറ്റിക്കലി ആരുടെയോ കൂടെ ഇൻവോൾവ് ആണ് വെച്ചാൽ ആ റിലേഷൻഷിപ്പ് ഡിസംബർ മാസത്തിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാനാണ് പോണത് ആ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ആ പേഴ്സണിനെ കുറിച്ച്. എന്നുവെച്ചാൽ ആ റിലേഷൻഷിപ്പിൽ ഇപ്പം മുമ്പത്തെ മാതിരി ഒരു ഓപ്പൺ ആയി റിലേഷൻഷിപ്പ് അല്ല, പറഞ്ഞ ഒരു റെസ്ട്രിക്റ്റഡ് റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയാൻ പറ്റാത്ത ഒരു എനർജിയിലാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഷെയർ ചെയ്യണ്ടെന്ന് അങ്ങനത്തെ ഒരു എനർജിയാണ്. കുറേ റിസർവ്ഡ് ആയിട്ട് എനർജിയാണ്. മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞുണ്ടാവും. അതല്ല കോണ്ടാക്ട് തന്നെ കുറഞ്ഞുണ്ടാവും. നിങ്ങളുടെ രണ്ടാളുടെയും കോണ്ടാക്ട് ഇല്ലാത്ത ഒരു എനർജി ആയിരിക്കാം. മേ ബി ഒരു സെപ്പറേഷൻ ആയിരിക്കാം. അതല്ല ഡെഫിനറ്റ്ലി അത്ര ഒരു ടച്ച് ഇല്ലാത്ത പോലെ ഒരു എനർജി. അപ്പോൾ നിങ്ങൾ ഒരു ക്രോസ് റോഡ്സിലാണ് എന്താ വേണ്ടതെന്ന് വിചാരിച്ച് പറഞ്ഞാൽ എന്താ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യേണ്ട എനർജിയാണ് നിങ്ങളുടെ. അതല്ല ഇത് ഒരു കരിയർ എനർജിയാണ് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഗോൾസ് ഉണ്ട്, ഓക്കെ. പക്ഷെ ഡിസംബർ മാസത്തിൽ പൈസയുടെ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഓവർ സ്പെൻഡിങ് ഞാൻ കാണുന്നുണ്ട്. കൂടുതൽ സ്പെൻഡ് ചെയ്യണ എനർജി ഉണ്ട്. അപ്പോൾ സേവിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഓക്കെ, ഡിസംബർ മാസത്തിൽ. അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ചോയ്സും ഉണ്ടാവും കരിയറിൽ, ഏത് ഡിറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന്, എങ്ങനെയാണ് നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾക്ക് കുറേ ഒരു പ്രാക്ടിക്കലും ഇമോഷണൽ എനർജിയുടെ ഇടയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് 2 സിറ്റുവേഷൻസ്, കരിയറിലും റിലേഷൻഷിപ്പിലും.
നിങ്ങൾക്ക് എന്താ ബാധിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ മെസ്സേജ് എടുക്കുക. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് പാസ്റ്റ് എനർജിയിൽ ഹെർമിറ്റ് ആണ്, വെർഗോ എനർജി. അപ്പോൾ ഹെർമിറ്റ് യൂഷ്വലി ഒരു ഐസൊലേഷൻ്റെ എനർജിയാണ്, സെപ്പറേഷൻ്റെ എനർജിയാണ്. അപ്പോൾ അഗൈൻ ഒരു റിലേഷൻഷിപ്പ് ഇതാണ് വെച്ചാൽ റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് ഒരു സെപ്പറേഷൻ ആണ്. ആരുടെയോ അടുത്തുനിന്ന് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കണു. ഹെർമിറ്റ് വെർഗോ എനർജിയാണ്. അപ്പോൾ എന്താണ് ഈ സെപ്പറേഷൻ്റെ കാരണം? 2 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ റിലേഷൻഷിപ്പിൽ കുറേ ഇംബാലൻസ് ഉണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്കൊരു ഡിസിഷനും എടുക്കാറുണ്ട്. അപ്പോൾ പാസ്റ്റിൽ തന്നെ ആ എനർജി ഞാൻ കാണുന്നുണ്ട്. കുറേ ഒരു ഇംബാലൻസ്ഡ് എനർജി, കുറേ കൺഫ്യൂഷൻ്റെ എനർജി. എന്നുവെച്ചാൽ ഇവിടെ 7 ഓഫ് കപ്സും ഉണ്ട്. ഈ റിലേഷൻഷിപ്പിൽ കുറേ ചോയ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ആയിരിക്കും ചോയ്സ് ഉള്ളത്. അതല്ല വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ അവർ വേറെ ആൾക്കാരുടെ കൂടെ ഡീൽ ചെയ്യുന്നുണ്ടാവും. ആൻഡ് അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിലും വരുന്നുണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് അറിയാത്ത എനർജിയാണ് 2 ഓഫ് പെൻറ്റിക്കിൾസ്. ആൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ നിങ്ങൾ ആ സമയം അത് ആ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആവോ ഇല്ലേ എന്ന് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കണേ. എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുമോ, അതാണ് നിങ്ങളുടെ മനസ്സിലുള്ള എനർജി. പക്ഷേ ഇതൊരു കരിയർ സിറ്റുവേഷൻ ആണ് വെച്ചാൽ അഗൈൻ ഒരു ചോയ്സ് ഉണ്ട് കരിയറിൽ. നിങ്ങൾ എന്തോ കാര്യത്തിൽ കുറേ റീസേർച്ച് ചെയ്യണു. മേ ബി ഒരു പുതിയ ജോലി ആയിരിക്കാം, അതിൽ പഠിക്കാനുണ്ടാവും. മേ ബി നിങ്ങളൊരു പുതിയ കോഴ്സ് എടുക്കണോ, ഇല്ല ഒരു പുതിയ ജോബിന് വേണ്ടിയിട്ട് എക്സാംസ് ഉണ്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കണു. പക്ഷെ നിങ്ങളുടെ മനസ്സ് ഒരു സ്റ്റേബിൾ അല്ല. പറഞ്ഞ കുറേ ടെംപ്റ്റേഷൻസ് ഉണ്ട്, കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ അഗൈൻ ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു ഡിസിഷനാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്ക് കുറേ ചോയ്സസും ഉണ്ട് കരിയറിൽ. ഇതാ വേണ്ടേ, അതാ വേണ്ടേ, ഇതാ ചെയ്യണ്ടേ, അതാണോ ചെയ്യണ്ടേ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കണമുണ്ട് പാസ്റ്റിൽ. കറണ്ട് എനർജിയിൽ നിങ്ങൾ ഒരു സിറ്റുവേഷന് വാക്ക് അവേ ചെയ്യണു എന്നുവെച്ചാൽ ആ സിറ്റുവേഷൻ അത്രയും നെഗറ്റീവാണ്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് കുറേ ഒരു ഫൈറ്റിൻ്റെ എനർജി ആയിരിക്കാം. ചെറിയ ചെറിയ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യുക, ഇല്ല വെച്ചാൽ അൺഹെൽതി കോമ്പറ്റീഷൻ. നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് അത്രയും ഫൈറ്റ്സ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുകയാണ് ഈ സിറ്റുവേഷന്. അതല്ല വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് തന്നെ വാക്ക് അവേ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇത് കരിയറിൻ്റെ കാര്യമാണ് വെച്ചാൽ കുറേ നെഗറ്റീവ് എനർജി. നിങ്ങളുടെ കലീഗ്സ് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായി പറയുന്നുണ്ടാവും. നിങ്ങളുടെ ജോലി സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. അങ്ങനത്തെ എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഡിസംബറിൽ നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ കുറേ നെഗറ്റിവിറ്റി ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ. മോസ്റ്റ് ഓഫ് യു, മിക്കവരും ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. കരിയറുടെ എനിക്ക് ഇവിടെ അത്ര ആ കരിയറുടെ എനർജി കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ കുറേ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ കുറേ വേർബൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, വേർബൽ ഫൈറ്റ്സ് ഉണ്ടാവാൻ ചാൻസസ് ഹൈ ആണ്. ചില കേസസിൽ ഇത് ഫിസിക്കൽ ഫൈറ്റും ആവാം. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിക്കുക. നിങ്ങളുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ഫ്യൂച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഞാൻ ഫ്യൂച്ചറിൽ കാണുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ്, റൊമാൻറ്റിക് മെസ്സേജ് ആണ്. ഈ റൊമാൻറ്റിക് മെസ്സേജ് ആരുടെ അടുത്തുനിന്നാണ് വരണത്? ഓറൽസ് നിങ്ങളായിരിക്കും ആരുടെയോ അടുത്ത് പൂണ്ടാവുക. ഇവിടെ 5 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലും ഞാനൊരു റൊമാൻറ്റിക് സിറ്റുവേഷനിൽ ഒരു ബ്രേക്കപ്പ് ആണ് കാണുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ ഇത് വർക്കൗട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് തോന്നി ഇത് വർക്കൗട്ട് ചെയ്യുമെന്ന്, പക്ഷേ ഇവിടെ ഒരു ലോസ് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു തേർഡ് പാർട്ടിയും ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ മജിഷ്യൻ ആണ്. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി കുറേ ഡ്രീംസ് ഉണ്ട്, ഗോൾസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ട്. അത് പക്ഷെ ഹോപ്പ് ഇല്ല നിങ്ങൾക്ക്. നിങ്ങളുടെ ആ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്തത് അത് അത്രയും നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം പുതിയതൊന്നും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഹോപ്പില്ല.
നിങ്ങളുടെ എനർജിയും ഇംബാലൻസ്ഡ് ആയിരുന്നു. ഓക്കെ, ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ സമയത്ത് ഡിസംബർ മാസത്തിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച്. എന്നുവെച്ചാൽ അതിന് സമയം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റേബിലൈസ് ആവാൻ കുറച്ച് എഫേർട്ടും ഉണ്ട്, സ്റ്റേബിലൈസ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ പേഷ്യൻസ് ആവശ്യമുണ്ട്. ഗിവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, എന്നുവെച്ചാൽ എനിക്കറിയാം ഈ സിറ്റുവേഷൻ കുറച്ചൊരു നെഗറ്റീവാണ്, നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല, പക്ഷെ അത് വർക്കൗട്ട് ആവും ഫ്യൂച്ചറിൽ. ഇവിടെ ഞാൻ അഡ്വൈസും അതാണ് കാണുന്നത്. വെയിറ്റ് ആണ് ഇവിടെ എനർജി. വെയിറ്റ് ചെയ്യുക എന്നുവെച്ചാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ റിവാർഡ്സ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യണ ഓപ്പർച്യൂണിറ്റീസ് അതൊക്കെ വരാൻ പോകുന്നുണ്ട്. എംപററിൻ്റെ ഇവിടെ ഏരീസ് എനർജി, എസ്പെഷ്യലി ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറേ ഒരു ബ്ലെസ്സിങ് വരാൻ പോകുന്നുണ്ട്. അതല്ലാണ്ട് ഒരു റിലേഷൻഷിപ്പും വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഇതൊരു പുതിയ റിലേഷൻഷിപ്പാണ്. ഈ പേഴ്സൺ നിങ്ങളെ മേ ബി കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്, ഓറൽസ് അവർ ഓൾറെഡി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കണു. പക്ഷെ മേ ബി ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും മേടിക്കുക റൊമാൻറ്റിക് എനർജി അല്ല, ഇത് ഫ്യൂച്ചറിൽ ഡെവലപ്പ് ആവും. ഓക്കെ, അപ്പം നിങ്ങൾ മേ ബി ഫ്രണ്ട്സ് ആയിരിക്കാം ഇപ്പോൾ, പക്ഷെ മേ ബി അത് ഫ്യൂച്ചറിൽ ഒരു റിലേഷൻഷിപ്പിൽ കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 8 ഓഫ് കപ്സ് ആണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി അറിയാത്ത കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു എൻഡിങ് ഉണ്ട് റിലേഷൻഷിപ്പിൽ. എന്നുവെച്ചാൽ നിങ്ങൾ വാക്ക് അവേ ആണ് ചെയ്യണം. ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ നിങ്ങൾ എൻഡാണ് ചെയ്യണത്. അപ്പൊ ഈ 8 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? ചാരിയറ്റ് ഇവിടെ ക്യാൻസർ എനർജി തന്നെയാണ് അത്. ആൻഡ് 9 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പൊ നിങ്ങൾ സിംഗിൾ എനർജിയിലേക്കാണ് പോണത്. ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആയിരുന്നു വെച്ചാൽ ഒരു സിംഗിൾ പേഴ്സന്റെ എനർജിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കാണുന്നത്. പക്ഷെ പറഞ്ഞ മാതിരി ഫിനാൻഷ്യലി ഒരു നല്ല സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഡിസംബറിൽ ഫിനാൻഷ്യൽ സക്സസ് നിങ്ങൾക്ക് കൂടുതലാണ്. ഓക്കെ, പേഴ്സണലി അത്ര നല്ല സമയമല്ല, പക്ഷെ ഫിനാൻഷ്യലി നല്ല സമയമാണ്. നിങ്ങളുടെ ഔട്ട്കം ഇവിടെ 4 ഓഫ് സോർഡ്സ്. ഇത് ഹീലിംഗിന്റെ എനർജിയാണ്, റെസ്റ്റിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ അത് റെസ്റ്റ് എടുക്കുക. എന്നുവെച്ചാൽ റെസ്റ്റ് എടുക്കില്ല വെച്ചാൽ അത് കുറച്ചുകൂടിയും പറഞ്ഞാൽ അതിൻ്റെ ആ പ്രോബ്ലംസ് കൂടെയുള്ളൂ. അപ്പോൾ ഹെൽത്തിൻ്റെ സൂക്ഷിക്കുക കാര്യം. ആൻഡ് അത് മാത്രമല്ല ഈ സ്ട്രെസ്സിന്റെ കാരണം മേ ബി ഹെൽത്ത് ഇഷ്യൂസും ആവാം. ഇതൊരു സെപ്പറേഷൻ്റെ എനർജിയാണ്. പക്ഷെ ഈ സെപ്പറേഷനിൽ നിങ്ങൾ ബാലൻസിലേക്കാണ് വരണേ. എസ്പെഷ്യലി ഇവിടെ ഒരു മാരേജിൽ ഞാനൊരു സെപ്പറേഷനാണ് കാണുന്നത്. പക്ഷേ അഗൈൻ ഞാൻ പറഞ്ഞ മാതിരി ഒരു ബാലൻസ് വരേണ്ട നിങ്ങളുടെ ലൈഫിൽ. ടെമ്പറൻസ്, സാജിറ്റേറിയസ് എനർജിയാണ്. 10 ഓഫ് പെൻറ്റിക്കിൾസ് അഗൈൻ മാരേജിന്റെ എനർജിയാണ്. ക്വീൻ ഓഫ് സോർഡ്സ്. അപ്പൊ നിങ്ങൾ ആക്ച്വലി ഒരു സെപ്പറേഷൻ്റെ എനർജിയിലാണ്. പക്ഷെ നിങ്ങൾ മാരീഡ് ആണെച്ചാൽ നിങ്ങളുടെ അടുത്തൊരു ചോയ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താ നിങ്ങൾക്ക് ചെയ്യണ്ടേന്ന് അതാണ് നിങ്ങളുടെ മനസ്സിൽ ചോയ്സ് ഉണ്ടാവാൻ പോണേ. എന്നുവെച്ചാൽ ഇവിടെയും 2 ഓഫ് സോർഡ്സ് ഉണ്ട്, ഇവിടെ 2 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങും ഡിസംബറിൽ. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ മാരേജ് കണ്ടിന്യൂ ചെയ്യണോ, കണ്ടിന്യൂ ചെയ്യണ്ടേ, എങ്ങനെയാ മുമ്പോട്ട് പോകണ്ടേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡിസംബർ മാസത്തിൽ പ്ലാൻ ആണ് ചെയ്യണത്. എന്നുവെച്ചാൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ എഫക്റ്റ് ചെയ്യാൻ പോണ ഡിസിഷൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജ് ഇവിടെ എന്താണ് പറയണത്? സോൾ ഗ്രൂപ്പ്സ്, മെസ്സേജസ്, റീയൂണിയൻ, കണക്ഷൻ, വാലിഡേഷൻ. അപ്പോൾ മെസ്സേജസ് വരാൻ പോകുന്നുണ്ട് കുറെ. ഓരൽസ് ഇത് യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ സോൾ ഗ്രൂപ്പിന്റെ കൂടെ കണക്ട് ചെയ്യാന്നാണ് പറയണത്. ഈ സോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഇല്ല വെച്ചാൽ അറിയാത്ത ആൾക്കാരും ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്കൊരു കണക്ഷൻ ചിലപ്പോൾ ഫീൽ ആവും. നിങ്ങൾ മേ ബി ആ പേഴ്സണെ ഒരു ദിവസം മീറ്റ് ചെയ്തിട്ട് സഡൻലി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരും, അത് ഈ പേഴ്സണെ കുറെ കൊല്ലായിട്ട് അറിയാമെന്ന്. അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുമ്പോൾ അതൊരു സോൾ കണക്ഷൻ ആണ്. അപ്പോൾ സോൾ ഗ്രൂപ്പ്സിന്റെ കൂടെ കണക്ട് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങൾക്ക് ആ ക്ലോസ്നെസ് ഫീൽ ചെയ്യണ, നിങ്ങൾക്ക് ആ അണ്ടർസ്റ്റാൻഡ് ചെയ്യണ ആൾക്കാർ. ഓക്കെ, അങ്ങനത്തെ ഗ്രൂപ്പ്സിന്റെ കൂടെ കണക്ട് ചെയ്യുക.
ഓറഞ്ച് കളർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ സ്പെഷ്യൽ ആയിരിക്കും ഡിസംബർ മാസത്തിൽ. ഇവിടെ ഇൻറ്റ്യൂഷൻ, ബാലൻസ്, കണക്ഷൻ ആൻഡ് സ്പിരിറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റ്യൂഷൻ, നിങ്ങൾ കുറേ ഒരു ഇൻറ്റ്യൂട്ടീവ് സൈൻ ആണ്, പക്ഷേ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കുക, എന്താ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയാൻ നോക്കണത് അത് കേൾക്കുക. ബാലൻസ്, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കാര്യങ്ങൾ ഇംബാലൻസ്ഡ് ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ആ ബാലൻസ് തിരിച്ചു വരും. കണക്ഷൻ, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ കൂടെ കണക്ഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുക. എവിടെയോ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ ലൈഫും ഒരു ഡിസ്കണക്റ്റഡ് എനർജിയിലാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണ്, അതിനൊക്കെ റീകണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യാൻസർ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് കുറേ അക്വേരിയസ്, ലീബ്ര, ജെമിനൈ സൈൻസ് ഉണ്ട്, ആൻഡ് ടോറസ് വർഗോ കാപ്രിക്കോണും ഉണ്ട്, ആൻഡ് ഏരീസ്. ഓക്കെ, അപ്പോൾ സൈൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.